നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. പുകയൂർ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പേവിഷബാധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. AR നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി പേവിഷബാധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മറ്റ് മൃഗങ്ങൾ എന്നിവയുടെ കടിയേറ്റാൽ റാബിസ് രോഗമുണ്ടാകുമെന്നും റാബിസ് രോഗബാധ അതിമാരകമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മൃഗപരിപാലനം പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ വാക്സിനുകൾ എടുക്കണമെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ജിജി M ക്ലാസിന് നേതൃത്വം നൽകി. 100% മരണം സംഭവിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തുറന്ന് പറയണം. അതിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത് നമ്മൾ തരുന്നത്. ചില കുട്ടികൾ പറയില്ല, പേടിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ തല്ലൊന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് നമ്മൾ പറയില്ല. അപ്പൊ പറയാതിരിക്കുമ്പോൾ ഇതിങ്ങനെ ഗുരുതരമായിട്ട് പോകും. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ നായ്ക്കൾ നമുക്ക് അതിൻ്റെ പേര് എങ്ങനെയപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മളെ ഭക്ഷണത്തിൻ്റെ ഒക്കെ വേസ്റ്റ് നമ്മൾ വലിച്ചെറിയുമ്പോൾ ഇത് തിന്നാൻ പറ്റും അല്ലേ? പറമ്പിലെ നമ്മുടെ തൊഴിലേക്കൊക്കെ വേസ്റ്റ് വലിച്ചെറിയാൻ ഉണ്ടാവും. ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നായ്ക്കൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അതൊന്നും നമ്മൾ ചെയ്യരുത്. ഭക്ഷണ വേസ്റ്റുകളൊന്നും നമ്മുടെ വീടിലോ പറമ്പിലോ ഒന്നും നമ്മൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തരാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് പകർത്താന്ന് മനസ്സിലായില്ലേ? പൂച്ച, നായ, കുറുക്കൻ, അണ്ണാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതെന്ത് ചെയ്യും? ഈ രോഗാണു നമ്മുടെ മനുഷ്യന്റെ കടിയിലൂടെ, അവരുടെ കടി, മാന്തല്, പോറല്, ഉമിനീര്, ഈ രീതിയിലാണ് ഇത് നമ്മളെ മനുഷ്യരിലേക്ക് എത്തുക. കടിക്കുക മാത്രമല്ല, ഒന്ന് ചിലപ്പോൾ നഖം കൊണ്ട് വെല്ലൊന്ന് പോറിയാൽ മതി, അതിലൂടെ വരും. അതിന് ചിലപ്പോൾ പൂച്ചക്കിങ്ങനെ നക്കലൊക്കെ ചെയ്യാം. പൂച്ചക്ക് നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്താണ്ടാവുക? ഇങ്ങനെ നക്കൽ ചെയ്യാം. അപ്പൊ ആ നക്കലിലൂടെ, ഉമിനീരിലൂടെ ഒക്കെ നമ്മൾ മുറിവായാലും നമ്മൾ ആദ്യം എന്താ ചെയ്യാ? കഴുകട്ടെ. മുറിവ് നമ്മളിപ്പോ കടിച്ച്, ഒരു നായ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ മുറിവ് ആകട്ടെ, നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് എന്ത് ചെയ്യണം? മുറിവ് കഴുകണം. എത്ര മിനിറ്റ്? ഒരു 15 മിനിറ്റ്. എങ്ങനെ കഴുകണം? നമ്മളെ ടാപ്പില്ലേ, വെള്ളം തുറക്കണേ, ടാപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് ടാപ്പില് വെള്ളം ഇങ്ങനെ നമ്മുടെ മുറിവിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്ത് കളയണം. അപ്പൊ അവിടെ നമ്മൾ അമർത്തി പിടിക്കാനോ അല്ലെങ്കിൽ ആ മുറിവ് കെട്ടിവെക്കാനോ പാടില്ല. ആരോഗ്യ പ്രവർത്തകരായ തങ്ക, മഞ്ജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K. റജില നന്ദിയും പറഞ്ഞു.